നമസ്കാരം. പ്രധാന വാർത്തകൾ. ഷാഫി പറമ്പിൽ എംപിയെ വടകരയിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ തടഞ്ഞ സംഭവത്തിൽ പ്രതിഷേധിച്ച് തൃശൂരിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ നേരിയ സംഘർഷം. മാർച്ച് പോലീസ് തടഞ്ഞതോടെ പ്രവർത്തകരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടി. പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസിന്റെ റോഡ് ഉപരോധം. രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ വ്യത്യസ്ത സമരമുറകളുമായി ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഗൃഹസന്ദർശനം ഇനിയും സഹിക്കണോ, പീഡനവീരനെ ഇനിയും തുടരണോ, രാഹുൽ എന്ന മുദ്രാവാക്യമുയർത്തി. ജില്ലയിലെ നെൽകർഷകർക്ക് സപ്ലൈകോ സംഭരിച്ച നെല്ലിന്റെ വില ഓണത്തിന് മുൻപേ നൽകണമെന്ന് BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് വേണുഗോപാൽ. കുടിശ്ശിക വൈകിയാൽ കർഷക മോർച്ചയുമായി സഹകരിച്ച് കൃഷിഭവനുകൾക്ക് മുന്നിലും താലൂക്ക് ഓഫീസിന് മുന്നിലും കലമുടക്കൽ സമരവുമായി പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും വേണുഗോപാൽ. വിദ്യാഭ്യാസ മേഖലയുടെ ഉയർച്ചയ്ക്ക് കരുത്തുറ്റ സംവിധാനവുമായി ജ്യോതിസ് വിദ്യാഭ്യാസ സമഗ്ര പദ്ധതി മാറിയെന്ന് മുഹമ്മദ് മൂസിൻ MLA. വിവിധ ഇടങ്ങളിലും ഏറ്റെടുത്ത് നടപ്പാക്കാൻ പറ്റുന്ന മാതൃകാപരമായ പദ്ധതിയാണ് ഇതെന്നും MLA. ഓങ്ങല്ലൂർ പഞ്ചായത്ത് ജ്യോതിസ് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ സർഗോത്സവവും ഓങ്ങല്ലൂരിൽ. ജന്മവൈകല്യങ്ങൾ കൊണ്ട് വേദനകൾ അനുഭവിക്കുന്ന കുരുന്നുകളുടെ വീടുകളിലേക്ക് ഓണക്കോടികളുമായി ചങ്ങാതിമാരും അധ്യാപകരും. പദ്ധതി ഒറ്റപ്പാലം BRCയുടെ നേതൃത്വത്തിൽ. വാണിയംകുളം മനശ്ശേരിയിൽ ബൈക്കും KSRTC ബസ്സും കൂട്ടിയിടിച്ച് അപകടത്തിൽ 2 വിദ്യാർത്ഥികൾക്ക് പരിക്ക്. നിയന്ത്രണം വിട്ട ബൈക്ക് മറ്റൊരു ബൈക്കിന് പിന്നിൽ ഇടിച്ച ശേഷം KSRTC ബസ്സിന് മുന്നിൽ ഇടിക്കുകയായിരുന്നു. നാടെങ്ങും ഗണേശോത്സവ ലഹരിയിൽ. ഘോഷയാത്രയ്ക്കൊരുങ്ങി വീഥികൾ. ക്ഷേത്രങ്ങളിൽ വിവിധ ആഘോഷ പരിപാടികൾ. ഭക്തിസാന്ദ്രമായ ചടങ്ങിൽ പങ്കെടുക്കുന്നത് ആയിരങ്ങൾ. ഓണാഘോഷം. വിവിധ വിദ്യാലയങ്ങളിൽ വർണ്ണാഭമായ പരിപാടികൾ. വാർത്തകൾ വിശദമായി. ഷാഫി പറമ്പിൽ MPയെ വടകരയിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ തടഞ്ഞ സംഭവത്തിൽ പ്രതിഷേധിച്ച് തൃശൂരിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ നേരിയ സംഘർഷം. നായ്ക്കനാലിൽ വച്ച് പോലീസ് തടഞ്ഞതോടെ പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. പ്രവർത്തകർ റോഡ് ഉപരോധിക്കുകയും ചെയ്തു. സ്വരാജ് റൗണ്ടിലെ CPM ഫ്ലക്സുകൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വലിച്ചു കീറി. ഇതോടെ മാർച്ച് നായ്ക്കനാലിൽ വെച്ച് പോലീസ് തടഞ്ഞു. തുടർന്ന് പോലീസുകാരുമായി പ്രവർത്തകർ ഉന്തുന്തള്ളുമുണ്ടായി. പിന്നീട് പ്രവർത്തകർ റോഡ് ഉപരോധിച്ചതോടെ പോലീസ് ഇവരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ലൈംഗിക ആരോപണത്തിലകപ്പെട്ട MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗൃഹസമ്പർക്ക പരിപാടിയുമായി ഡിവൈഎഫ്ഐ. പാലക്കാട് ഇനിയും സഹിക്കണോ, ഈ പീഡനവീരൻ ഇനിയും തുടരണോ എന്ന മുദ്രാവാക്യവുമായാണ് ഡിവൈഎഫ്ഐയുടെ ഗൃഹസന്ദർശനം. വിവിധ തരത്തിലുള്ള സമരങ്ങളുടെ ഭാഗമായാണ് ഗൃഹസന്ദർശനം. പാലക്കാട് ഇനിയും സഹിക്കണോ, ഈ പീഡനവീരൻ ഇനിയും തുടരണോ, ഈ കൊടും ക്രിമിനൽ എന്ന മുദ്രാവാക്യവുമായാണ് ഡിവൈഎഫ്ഐയുടെ ഗൃഹസന്ദർശനം ആരംഭിച്ചിരിക്കുന്നത്. ലൈംഗിക ആരോപണത്തിലകപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ വിവിധ തരത്തിലുള്ള സമരങ്ങളാണ് ഏതാനും ദിവസങ്ങളായി നടത്തിവരുന്നത്. ഇതിൻ്റെ ഭാഗമായാണ് ഗൃഹസന്ദർശനവും. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്നതാണ് ഡിവൈഎഫ്ഐയുടെ ആവശ്യം. പ്രതിഷേധങ്ങളുടെ തുടർച്ചയിലാണ് ഈ ക്യാമ്പയിൻ ഡിവൈഎഫ്ഐ SFI ഏറ്റെടുത്തിട്ടുള്ളത്. ഒന്ന്, നമുക്കറിയാം, രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് 1 ഡസനോളം വരുന്ന പരാതികൾ ഇവിടെ പുറത്തു വന്നു. അദ്ദേഹം ഒരു ഹാബിച്വൽ ഒഫൻഡറാണ്, ഒരു പെർവേർട്ടാണ്, അതിലുപരിയായി ക്രിമിനലാണ് എന്ന് ഇതിൽ പരം തെളിയിക്കപ്പെടാനില്ല. അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസിൽ നിന്ന് മാറ്റിയതുകൊണ്ടോ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതുകൊണ്ടോ ആയില്ല. പാലക്കാട് പോലെ വളരെ സാധാരണക്കാരായ നിഷ്കളങ്കരായ ആത്മാഭിമാനം ഉയർത്തിപ്പിടിച്ച് ജീവിക്കുന്ന മനുഷ്യരുടെ MLA ആയി തുടരാൻ ഒരിക്കലും രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു നിമിഷം മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയില്ല. ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് R ജയദേവൻ, ജില്ലാ സെക്രട്ടറി KC റിയാസുദ്ദീൻ, SFI ജില്ലാ പ്രസിഡന്റ് വിപിൻ, ജില്ലാ സെക്രട്ടറി അഭിഷേക് എന്നിവരാണ് ഗൃഹസന്ദർശന ക്യാമ്പയിന് നേതൃത്വം നൽകിയത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ജില്ലയിലെ നെൽകർഷകർക്ക് സപ്ലൈകോ സംഭരിച്ച നെല്ലിന്റെ വില ഓണത്തിന് മുൻപ് നൽകിയില്ലെങ്കിൽ ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ട് വരുമെന്ന് BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ കമ്മിറ്റി. കുടിശ്ശിക തീർത്തില്ലെങ്കിൽ കർഷക മോർച്ചയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കൃഷിഭവനുകൾക്ക് മുന്നിലും താലൂക്ക് ഓഫീസുകൾക്ക് മുന്നിലും കലമുടക്കൽ സമരമടക്കമുള്ള പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P വേണുഗോപാലൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
നെൽകർഷകർക്ക് സപ്ലൈകോ നൽകാനുള്ള കുടിശ്ശിക ഓണത്തിന് മുൻപ് നൽകണമെന്ന ആവശ്യവുമായാണ് ബി.ജെ.പി. പാലക്കാട് വെസ്റ്റ് ജില്ലാ കമ്മിറ്റി രംഗത്ത് വന്നിരിക്കുന്നത്. കുടിശ്ശിക തീർത്തില്ലെങ്കിൽ ബി.ജെ.പി. പാലക്കാട് വെസ്റ്റ് ജില്ലാ കമ്മിറ്റിയും കർഷക മോർച്ചയും സംയുക്തമായി കൃഷിഭവനുകൾക്ക് മുൻപിലും താലൂക്ക് ഓഫീസുകൾക്ക് മുൻപിലും കലമുടയ്ക്കൽ സമരമടക്കമുള്ള പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ബി.ജെ.പി. വെസ്റ്റ് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് പി. വേണുഗോപാലൻ പറഞ്ഞു. അതായത് ഓണം നല്ല രീതിയിൽ നടത്തുന്നത് കർഷകനാണ് എന്ന് ചുരുക്കത്തിൽ പറയും. പക്ഷേ എപ്പോഴും സപ്ലൈകോ സംഭരിച്ചുള്ള നെല്ലിൻ്റെ പൈസ മുഴുവൻ ആളുകൾക്കും കിട്ടിയിട്ടില്ല. കർഷകന്മാർ ദുരിതത്തിലാണ്. അവർക്ക് ആരോട് പരാതി പറയണം, ആരോടാണിത് ചോദിക്കേണ്ടത് എന്ന് അറിയാത്ത ഒരു സ്ഥിതിവിശേഷമാണ്. കാർഷിക മേഖലയെ സംരക്ഷിക്കേണ്ട സംസ്ഥാന ഗവൺമെൻറ് ഇതിന് തീരെ പ്രാധാന്യം കൊടുക്കാതെ കർഷകന്മാരെ നിത്യ ദുരിതത്തിലേക്ക് തള്ളിവിടുകയാണ് ചെയ്തത്. ഇപ്പോൾ കേരളത്തിലെ കർഷകർ രാഷ്ട്രീയമൊക്കെ മറന്നുകൊണ്ട് ഒരു പൊതുവേദികൾ രൂപീകരിച്ചുകൊണ്ട് സമരത്തിന്റെ വക്കിലാണ്. സമരപ്രഖ്യാപന കൺവെൻഷൻ പാലക്കാട് കഴിഞ്ഞു. നാളെ ആ സംയുക്ത സമര വേദിയുടെ പേരിൽ തിരുവനന്തപുരത്ത് രാവിലെ 10 മണി മുതൽ സമരം ആരംഭിക്കും. കർഷക സമരം ആരംഭിക്കും. ഭാരതീയ ജനതാ പാർട്ടിയും വെസ്റ്റ് ജില്ലാ ഘടകവും അതേപോലെ ഇവിടുത്തെ കർഷക മോർച്ചയും തീരുമാനിച്ചിട്ടുള്ളത് ഈ ഓണത്തിന്റെ മുന്നേ, തിരുവോണത്തിന്റെ മുന്നേയെങ്കിലും കർഷകന്മാർക്ക് ബാക്കി കിട്ടാനുള്ള തുക കൊടുത്തിട്ടില്ലെങ്കിൽ തിരുവോണത്തിന് ശേഷം അതിശക്തമായുള്ള സമരവുമായി പാലക്കാടിലെ കർഷകന്മാർ രംഗത്തിറങ്ങും. നെല്ല് സംഭരിക്കുന്നതിനായി സപ്ലൈകോ കർഷകർക്ക് ഏർപ്പെടുത്തിയ രജിസ്ട്രേഷനിലെ വ്യവസ്ഥകൾ കർഷകരോടുള്ള ചതിയാണെന്നും കേന്ദ്രം നെല്ലിന്റെ താങ്ങുവില വർദ്ധിപ്പിക്കുമ്പോഴും സംസ്ഥാന സർക്കാർ വില കുറച്ച് കർഷകരെ ദുരിതത്തിലേക്ക് തള്ളിവിടുകയാണെന്നും വേണുഗോപാൽ പറഞ്ഞു. കേന്ദ്രം തരുന്ന പണം കിട്ടുന്ന മുറയ്ക്ക് അത് ഞങ്ങൾ വാങ്ങിക്കോളാം എന്നാണ്. 2, സംഭരിച്ച നെല്ലിന് പിന്നീട് വല്ല കേടുപാടുകളും പറ്റിയാൽ അതിന് തുക കിട്ടില്ല എന്നും എനിക്കറിയാം. സത്യവാങ്മൂലമാണ് കൊടുക്കുന്നത്. ഈ രണ്ടും കർഷകനോടുള്ള ചതിയാണ്. ഒന്ന്, ഇത്രയും കാലം എത്ര പദ്ധതികൾ കേരളത്തിൽ വന്നു. ഈ പദ്ധതികളൊക്കെ കേന്ദ്രത്തിൻ്റെതാണെന്ന് പറയാൻ കേരളം ഒരു സംവിധാനം ഒരുക്കിയിട്ടില്ല. കേന്ദ്രത്തിൻ്റെ പേര് തന്നെ പറയുന്നതിൽ സംസ്ഥാനത്തിന് വളരെ വിഷമമാണ്. ആ സമയത്ത് ഈ നെല്ലിൻ്റെ പൈസ കിട്ടിയിട്ടില്ലെങ്കിൽ അത് കേന്ദ്രം തരാത്തത് കൊണ്ടാണ്. അതായത് കേന്ദ്രം തരുന്ന മുറയ്ക്ക് എനിക്ക് കിട്ടുമെന്ന് ഞാൻ പറയുകയാണെങ്കിൽ അത് കിട്ടിയില്ലെങ്കിൽ അത് കേന്ദ്രത്തിലാണ് കുറ്റം എന്ന് ആദ്യം തന്നെ ഒരു ഇത് സംസ്ഥാന ഗവൺമെൻറ് പുറപ്പെടുവിച്ചിരിക്കുക. രണ്ടാമത്തത്, നെല്ല് നമ്മൾ സംഭരിച്ചു കൊടുക്കുന്ന പല കർഷകന്മാരിൽ നിന്നാണ് നെല്ല് വാങ്ങുന്നത്. ആ നെല്ല് അവിടെ കൊണ്ടുപോയി കൂട്ടുന്ന സമയത്ത് അതിന് വേണ്ട പരിരക്ഷ ഈ സപ്ലൈകോ അല്ലെങ്കിൽ നെല്ല് സംഭരണ കേന്ദ്രങ്ങൾ കൊടുക്കുന്നുണ്ട് എന്ന് എന്താ ഉറപ്പ്? അപ്പൊ നെല്ല് സംഭരിക്കുന്ന സംവിധാനത്തിൽ തകരാറ് പറ്റിയും നെല്ലിന് കേടുപറ്റിയാലും അതിന് തുക കിട്ടില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് കർഷകന് നിത്യദുരിതത്തിൽ തള്ളിവിടാവുന്ന 2 എന്താ പറയുക സത്യവാങ്മൂലം ഇത് ഞങ്ങൾ സമ്മതിച്ചു പറഞ്ഞ് ഒപ്പിട്ട് കൊടുക്കണമെന്നാണ്. 2022-23 ആയപ്പോൾ കേന്ദ്രം 18 നിന്ന് 20.40 ആയി. അന്ന് കേരളം 7.80 ആവും. 6.37 ആവും. ഇപ്പൊ 2024-25 കേന്ദ്രം 23 കൊടുക്കുന്നു, പക്ഷെ കേരളം 5.20 ആവും. വാർത്താസമ്മേളനത്തിൽ ബി.ജെ.പി. പാലക്കാട് വെസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി ബി. മനോജ്, കർഷക മോർച്ച പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് കെ. സദാനന്ദൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. വിദ്യാഭ്യാസ മേഖലയുടെ ഉയർച്ചയ്ക്ക് കരുത്തുറ്റ സംവിധാനമായി ജ്യോതിസ് വിദ്യാഭ്യാസ സമഗ്ര പദ്ധതി മാറിയിട്ടുണ്ടെന്ന് മുഹമ്മദ് മുഹസിൻ എം.എൽ.എ. വിവിധ ഇടങ്ങളിലും ഏറ്റെടുത്ത് നടപ്പാക്കാൻ പറ്റുന്ന മാതൃകാപരമായ പദ്ധതിയാണ് ഇതെന്നും എം.എൽ.എ. പറഞ്ഞു. ഓങ്ങല്ലൂർ പഞ്ചായത്ത് ജ്യോതിസ് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായുള്ള സർഗോത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എം.എൽ.എ. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ 10 വർഷമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ജ്യോതിസ് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായാണ് ദശവാർഷിക പ്രീ പ്രൈമറി അംഗൻവാടി സർഗോത്സവം സംഘടിപ്പിച്ചത്. ഓങ്ങല്ലൂരിലെ മൂലൂർക്കര ALP സ്കൂളായിരുന്നു സർഗോത്സവം. മുഹമ്മദ് മുഹസിൻ എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. വളരെ വിപുലമായ രീതിയിലുള്ള പരിപാടികളാണ് ജ്യോതിസിന്റെ ഭാഗമായി നടക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ച് പ്രീ പ്രൈമറി മുതൽ പ്രൈമറി അടക്കമുള്ള UP അടക്കമുള്ള വിദ്യാർത്ഥികൾക്ക് അവരുടെ കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിനും വിദ്യാഭ്യാസ മേഖലയിൽ കൂടുതൽ നേട്ടമുണ്ടാക്കുന്നതിനും വിദ്യാലയങ്ങളെ ആകെ മെച്ചപ്പെടുത്തുന്നതിനും ഒരു കരുത്തുറ്റ സംവിധാനമായി ഈ 10 വർഷം കൊണ്ട് ജ്യോതിസ് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി മാറിയിട്ടുണ്ട്.
ചടങ്ങിൽ ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ അധ്യക്ഷയായി. സിനിമാ ഫെയിം വസിഷ്ഠ് മുഖ്യാതിഥിയായിരുന്നു. ജലജ ശശികുമാർ, മുജിബുദ്ദീൻ, ദിവ്യ ദിവാകരൻ, KT അലി, ഷാജഹാൻ പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് 2 വേദികളായി കുട്ടികളുടെ മത്സരങ്ങൾ നടന്നു. വിവിധ ഇന മത്സരങ്ങളായി 400ഓളം കുട്ടികളാണ് പങ്കെടുത്തത്. കൂടാതെ അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും കലാപരിപാടികളും നടന്നു. വൈകിട്ട് നടന്ന സമാപന സമ്മേളനത്തിൽ സമ്മാന വിതരണവും ഉണ്ടായിരുന്നു. കൊച്ചുകുട്ടികളുടെ പാട്ടും നൃത്തങ്ങളും സർഗപരമായ മികവുകളും അവതരിപ്പിക്കപ്പെട്ട സർഗോത്സവം കാണാനും ആസ്വദിക്കാനും പ്രോത്സാഹിപ്പിക്കാനുമായി നിരവധി പേരാണ് വിദ്യാലയത്തിൽ എത്തിച്ചേർന്നത്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ജന്മവൈകല്യങ്ങൾ കൊണ്ട് വേദനകൾ അനുഭവിക്കുന്ന കുരുന്നുകളുടെ വീടുകളിലേക്ക് ഓണക്കോടികളുമായി പ്രിയപ്പെട്ട ചങ്ങാതിമാരും അധ്യാപകരും എത്തി. സഹപാഠികളായ വിദ്യാർത്ഥികളെയും കൂട്ടി ഒറ്റപ്പാലം BRCയിലെ അധ്യാപകരും ജീവനക്കാരുമാണ് ഗൃഹ കേന്ദ്രീകൃത വിദ്യാഭ്യാസം അനുഷ്ഠിക്കുന്ന ഭിന്നശേഷി കുട്ടികളുടെ വീടുകളിൽ പുത്തൻ ഉടുപ്പുകളുമായി എത്തിയത്. ഓണമുണ്ടുറങ്ങുമ്പോൾ ഓർക്കണം ഇതുകൂടി, ഓണമുണ്ണാത്തവരുണ്ടീ നാട്ടിൽ, ഓണം കളിക്കാത്തോരുണ്ടീ നാട്ടിൽ, ഓണമറിയാത്തോരുണ്ടീ നാട്ടിൽ, ഓണമേ ഇല്ലാത്തോരുണ്ടീ നാട്ടിൽ. അക്ഷരാർത്ഥത്തിൽ ഈ വരികളെ സ്വായത്തമാക്കുകയായിരുന്നു ഒരു കൂട്ടം വിദ്യാർത്ഥികളും ഒറ്റപ്പാലം BRCയിലെ അധ്യാപകരും മറ്റ് ജീവനക്കാരും. ബുദ്ധിമാന്ദ്യം ഉൾപ്പെടുന്ന പലതരത്തിലുള്ള ജന്മവൈകല്യങ്ങൾ കൊണ്ട് കിടപ്പിലായതിനാൽ ക്ലാസ് മുറികളിലെത്താൻ കഴിയാത്ത 15ഓളം കുട്ടികളുടെ വീടുകളിലേക്കാണ് സഹപാഠികളെയും കൂട്ടി അധ്യാപകർ എത്തിയത്. ഒറ്റപ്പാലം BRCക്ക് കീഴിലെ 18ഓളം സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരുടെ നേതൃത്വത്തിലായിരുന്നു പുത്തനുടുപ്പുകൾ വീടുകളിൽ എത്തിച്ചു നൽകിയത്. ഓരോ വിദ്യാർത്ഥികളുടെയും സഹപാഠികളും ക്ലസ്റ്റർ കോർഡിനേറ്റർമാരും സ്പെഷ്യലിസ്റ്റ് അധ്യാപകരും മറ്റ് BRC ജീവനക്കാരും സംഘത്തിലുണ്ടായിരുന്നു. ഈസ്റ്റ് ഒറ്റപ്പാലം ഹൈസ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയായ ലക്കിടി സ്വദേശി മാനവിന്റെ വീട്ടിൽ വച്ച് BRC തല ഉദ്ഘാടനം നടന്നു. ലക്കിടി പേരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് K. സുരേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു പരിപാടി ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത് ഇത് ഏറ്റവും മാതൃകാപരമാണ്. എല്ലാ വിഭാഗത്തെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നത് സമൂഹത്തിന്റെ ഉത്തരവാദിത്വമാണ്. യാതൊരു തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ചിന്തകളില്ലാതെ ഒരുമിച്ച് നമ്മളെല്ലാം മനുഷ്യരാണ്, എല്ലാവരും സമന്മാരാണ് എന്ന നിലയിൽ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. ഇപ്പോൾ ഭിന്നശേഷി എന്ന് പറയുമ്പോൾ നമ്മളെല്ലാം പൂർണ്ണത തികഞ്ഞ ആളുകളല്ല. നമുക്കെല്ലാം പലതരത്തിലുള്ള കുറവുകളുണ്ട്. ഒരുപക്ഷെ കാഴ്ചയ്ക്കോ സംസാരിക്കുമ്പോഴോ നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് നമുക്ക് തോന്നും. പക്ഷെ ഒന്നും നമുക്ക് പറയാൻ സാധിക്കില്ല, നമ്മുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള അവസ്ഥാവിശേഷങ്ങൾ ഒരുപക്ഷെ നമ്മളെയും എല്ലാവരെയും അത് പൂർണ്ണതയിൽ ആരുമില്ല എന്നുള്ള. പൂക്കളമിട്ടും ഓണപ്പാട്ടുകൾ പാടിയും മാനവിനോടൊപ്പം മണിക്കൂറുകൾ ചിലവിട്ടാണ് അധ്യാപകരും സഹപാഠികളും മടങ്ങിയത്. ഉദ്ഘാടന ചടങ്ങിൽ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കുമാരി ദേവി അധ്യക്ഷയായി. BPC വെങ്കടേശ്വരൻ ഉൾപ്പെടുന്ന അധ്യാപകരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. വാണിയംകുളം മനശ്ശേരിയിൽ ബൈക്കും KSRTC ബസ്സും കൂട്ടിയിടിച്ച് അപകടത്തിൽ 2 വിദ്യാർത്ഥികൾക്ക് പരിക്ക്. നിയന്ത്രണം വിട്ട ബൈക്ക് മറ്റൊരു ബൈക്കിന് പിന്നിൽ ഇടിച്ച ശേഷം KSRTC ബസ്സിന് മുന്നിൽ ഇടിക്കുകയായിരുന്നു. പാലക്കാട് കുളപ്പുള്ളി സംസ്ഥാന പാതയിൽ മനശ്ശേരി അലൈഡ് കോളേജ് കവാടത്തിന് സമീപത്തായാണ് വ്യാഴാഴ്ച വൈകിട്ട് 3 മണിയോടെ അപകടമുണ്ടായത്.
ഗുരുവായൂരിൽ നിന്നും പാലക്കാട്ടേക്ക് വരികയായിരുന്ന KSRTC ബസ്സിന് മുന്നിലാണ് ബൈക്ക് ചെന്നിടിച്ചത്. മനുശ്ശേരി ഭാഗത്തു നിന്ന് വാണിയംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന ബൈക്ക് മറ്റൊരു ബൈക്കിന് പിന്നിൽ ഇടിച്ച ശേഷമാണ് KSRTC ബസ്സിൽ ചെന്ന് ഇടിച്ചതെന്ന് ബസ് ഡ്രൈവർ പറഞ്ഞു. ഞാൻ ഡ്രൈവറാണ്. ഗുരുവായൂരിൽ നിന്ന് വണ്ടിയെടുത്ത് പാലക്കാട്ടേക്ക് വരുമ്പോൾ എൻ്റെ മുന്നിൽ മനുശ്ശേരി വെച്ച് കോളേജ് ചെക്കന്മാർ ബൈക്കിൽ വന്നുകൊണ്ടിരുന്ന മുന്നിൽ പോകുന്ന ബൈക്കിലെ കൊണ്ട് അടിച്ചിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ബൈക്ക് അടിച്ച വഴിക്ക് എൻ്റെ വണ്ടിക്ക് വരും പറഞ്ഞിട്ട് നിന്ന് ഞാൻ ചവിട്ടി നിർത്തി. അതിൽ വന്ന സ്പീഡിൽ അതിൻ്റെ വണ്ടി സ്പീഡിൽ കൊണ്ട് എൻ്റെ വണ്ടി വന്ന് ഇടിച്ച് എൻ്റെ വണ്ടിക്ക് ഫ്രണ്ട് ഇറങ്ങി ആ 2 പിള്ളേർ റോഡിൽ മറിയുകയും ചെയ്തു. അപകടത്തിൽ ബൈക്ക് യാത്രക്കാരനായ 17 വയസ്സുകാരനായ അൻഷിഫ്, 18കാരനായ ഫസലു എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഗണേശോത്സവത്തിന്റെ ഭാഗമായി ഷൊർണൂരിൽ നിമജ്ജന മഹാഘോഷയാത്ര സംഘടിപ്പിച്ചു. കുളപ്പുള്ളിയിലെ പൊതുസമ്മേളനത്തിനു ശേഷമാണ് ഘോഷയാത്ര ആരംഭിച്ചത്. തുടർന്ന് ഷൊർണൂർ ടൗൺ ചുറ്റിയ ശേഷം ഭാരതപ്പുഴയിൽ നിമജ്ജനം ചെയ്തു. ഷൊർണൂർ ഗണേശോത്സവ കമ്മിറ്റിയുടെ കീഴിലായിരുന്നു ആഘോഷ പരിപാടികൾ. ഓങ്ങല്ലൂർ തളി മഹാഗണപതി ക്ഷേത്രത്തിൽ വിനായക ചതുർത്ഥി വിപുലമായി ആഘോഷിച്ചു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കാലടി പടിഞ്ഞാറെടത്തുമന ശങ്കരൻ ഉണ്ണി നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ രാവിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, വിശേഷ പൂജകൾ, മോദക നിവേദ്യം എന്നിവ ഉണ്ടായി. വൈകിട്ട് മേൽശാന്തി ശ്രീകാന്ത് എംപ്രാന്തിരിയുടെ കാർമ്മികത്വത്തിൽ ചുറ്റുവിളക്ക്, നിറമാല, മഹാദീപാരാധന എന്നിവയും നടന്നു. EM ഗണപതി നമ്പൂതിരി, PM വാസുദേവൻ നമ്പൂതിരി, ക്ഷേത്ര സേവാ സമിതി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. മണ്ണൂർ പഞ്ചായത്തിലെ പറയംകാട് കുനിയമ്പാടം ഗണേശോത്സവ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗണേശോത്സവം തുടരുന്നു. കഴിഞ്ഞ 26-ാം തീയതിയാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. പറയങ്കാട് നടന്ന ഗണേശോത്സവ പരിപാടികൾ ജീവകാരുണ്യ പ്രവർത്തകനും പ്രഭാഷകനുമായ സ്വാമി കിഷോർ ഉദ്ഘാടനം ചെയ്തു. വലിയ ഗണേശ പ്രസ്ഥാനം ഇന്ന് ദക്ഷിണേന്ത്യയിലും അഭൂതപൂർവമായിട്ടുള്ള ആചരണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി ഭാരതത്തിലെമ്പാടും അഥവാ ഹൈന്ദവരായിട്ടുള്ള അല്ലെങ്കിൽ മതങ്ങൾക്ക് അതീതമായിട്ടുള്ള ജനങ്ങൾ എവിടെയുണ്ട് അവിടെയെല്ലാം ഗണേശോത്സവം ആചാരപൂർവ്വം നടന്നു വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ പൂർവികന്മാർക്കെല്ലാം തന്നെ വലിയ വലിയ നമസ്കാരങ്ങൾ ഈ അവസരത്തിൽ സമർപ്പിക്കുകയാണ്. കമ്മിറ്റി ഭാരവാഹികളായ KR ദിലീപ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KT സുനീഷ്, CM ഗോപകുമാർ, സുമേഷ്, രമേശ്, KV സുരേഷ്, KB അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. വിവിധ പൂജകൾക്ക് കിഷോർ ശാന്തി മംഗര നേതൃത്വം നൽകി. കല്ലൂർ ഭജന സംഘത്തിന്റെ ഭജനാമൃതം ഭക്തിസാന്ദ്രമായി. ക്ഷേത്ര ചടങ്ങുകൾക്ക് നിരവധി ഭക്തർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വാണിയംകുളം ശ്രീ വിദ്യാഗണപതി ക്ഷേത്രത്തിൽ വിനായക ചതുർത്ഥി മഹോത്സവവും വിപുലമായ പരിപാടികളോടെ നടന്നു. ക്ഷേത്ര ആഘോഷ പരിപാടികളിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. ഷൊർണൂർ ആയുർവേദ ആശുപത്രിക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന മഹാഗണപതി ക്ഷേത്രത്തിൽ വിനായക ചതുർത്ഥി ആഘോഷം നടന്നു. നിരവധി ഭക്തർ ചടങ്ങിൽ പങ്കെടുത്തു. രാവിലെ ക്ഷേത്രം പൂജാരിമാരായ നാരായണൻ എമ്പ്രാന്തിരി, ജയനാരായണൻ എമ്പ്രാന്തിരി എന്നിവരുടെ നേതൃത്വത്തിൽ വിവിധ പൂജകൾ നടന്നു. തുടർന്ന് വൈകിട്ട് ചെണ്ടമേളവും ഗജവീരന്റെ അകമ്പടിയോടെ ഗണേശഗിരി ക്ഷേത്രത്തിലും മുത്തപ്പൻ ക്ഷേത്രത്തിലും ദർശനം നടത്തിയതിനു ശേഷം തിരിച്ച് ക്ഷേത്രസന്നിധിയിലെത്തി. നിരവധി സ്ത്രീകൾ വിളക്ക് കയ്യിലേന്തിയാണ് വരവേറ്റത്. തുടർന്ന് ക്ഷേത്രത്തിൽ അതിഗംഭീരമായ ചെണ്ടമേളം അരങ്ങേറി. ക്ഷേത്രം പ്രസിഡന്റ് സുബ്രഹ്മണ്യൻ മൂസത്ത്, സെക്രട്ടറി മാധവൻകുട്ടി കൈപ്പറ, ട്രഷറർ വാസുദേവൻ നമ്പൂതിരി, മറ്റു ഭാരവാഹികൾ എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മങ്കര വെള്ള റോഡ് ഗണേശോത്സവ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗണേശോത്സവവും വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. 25-ന് നടന്ന ഗണപതിയുടെ പ്രതിഷ്ഠയോടനുബന്ധിച്ച് നടന്ന പൂജാകർമ്മങ്ങൾക്ക് മങ്കര കാളികാവ് പൂജാരി രഞ്ജിത്ത് നമ്പൂതിരി നേതൃത്വം നൽകി.
ഗണേശോത്സവത്തിൻ്റെ നിമജ്ജന ദിവസമായ ഇന്ന് അതിൻ്റെ ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, വിഘ്നങ്ങൾ തീർക്കുന്ന വിഘ്നേശ്വരൻ്റെ ജന്മദിനമായ ഈ ഗണേശോത്സവം ചിങ്ങമാസത്തിലെ വെളുത്ത പക്ഷത്തിൽ ചതുർത്ഥി ദിനത്തിലാണ് ഭഗവാന്റെ ഗണേശോത്സവം നമ്മൾ കൊണ്ടാടുന്നത്. നമുക്കറിയാം, ഓരോ വർഷം തോറും കേരളത്തിൽ എല്ലാ ഭാഗങ്ങളിലും വളരെ പ്രൗഢഗംഭീരമായി തന്നെയാണ് ശ്രീ വിഘ്നേശ്വരൻ്റെ ഗണേശോത്സവം നടത്താറുള്ളത്. നോർത്ത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ വലിയ രീതിയിൽ നടത്തുന്ന ആഘോഷം ഇന്ന് ഓരോ വർഷം കഴിയുന്തോറും കേരളത്തിലും വളരെ നല്ല രീതിയിൽ ആഘോഷം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പെരുങ്ങോട്ടുകുറിശി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാ അയ്യങ്കാളിയുടെ 162ാമത് ജന്മദിനം വൈവിധ്യമാർന്ന പരിപാടികളോടെ ആഘോഷിച്ചു. പരിപാടികൾ KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് സുരേഷ് ചൂലന്നൂർ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി പ്രേം നവാസ് മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് C ചാമിയാർ, സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റ് മോഹൻദാസ്, പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് ലളിതകുമാരി, ദീപ ഗിരീഷ്, രതീഷ് പരുത്തിപ്പുള്ളി എന്നിവർ സംസാരിച്ചു. CV രാമകൃഷ്ണൻ സ്വാഗതവും മണ്ഡലം വൈസ് പ്രസിഡന്റ് സുരേന്ദ്ര തരൂർ നന്ദിയും പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുവരെ അവധി അപേക്ഷ നൽകിയിട്ടില്ല എന്നും സസ്പെൻഷൻ വിഷയത്തിൽ ഇതുവരെ കത്തൊന്നും ലഭിച്ചിട്ടില്ല എന്നും നിയമസഭാ സ്പീക്കർ AN ഷംസീർ. ഷാഫിക്കെതിരായ പ്രതിഷേധം ജനപ്രതിനിധികൾ മാന്യമായി പെരുമാറണമെന്നും സ്പീക്കർ തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ പറഞ്ഞു. നിയമസഭ നടക്കുമ്പോൾ വേണ്ടേ? അല്ല, അതിൻ്റെ നിയമസഭയുടെ പ്രൊസീഡിങ്സ് അനുസരിച്ച് ഞങ്ങൾ ചെയ്യും, അങ്ങനെ അവരാവശ്യപ്പെട്ടാൽ. ഇനി രണ്ടാമത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ അറസ്റ്റ് പോലുള്ള നടപടികൾക്ക് എന്തെങ്കിലും തടസ്സമുണ്ടോ? അല്ല, അത് അതിൻ്റെ ഗ്രാവിറ്റി അനുസരിച്ചാണ്. എന്താണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തെന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ. സ്വാഭാവികമായി ആ പ്രോസസ്സിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് എന്താണ് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, നാളെയോ മറ്റോ ഹാജരാവാൻ ആവശ്യപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ മുറക്ക് നടക്കുമ്പോൾ ഞങ്ങൾ ഇടപെടേണ്ട കേസിൻ്റെ ആ സമയത്ത് ഞങ്ങൾ അറിയിക്കും, അത്രയേ ഉള്ളൂ. ഈ നിയമസഭാ സമ്മേളനം നടക്കുന്ന സമയത്ത് മാത്രമാണ് അങ്ങനത്തെ ഒരു നിയമപരമായ പ്രശ്നം, എങ്ങനെയാണോ? അല്ലല്ല, നിയമസഭാ സമ്മേളനം നടക്കുമ്പോഴും അല്ലാത്തപ്പോഴും ഇപ്പം ഞങ്ങളുടെ പ്രിമൈസസിനകത്ത് വെച്ച് എന്തെങ്കിലും തരത്തിൽ ചെയ്യേണ്ടതുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങളുടെ അനുമതി ആവശ്യമുള്ളൂ. മറ്റു കാര്യങ്ങളൊക്കെ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഞങ്ങൾ അറിയിച്ചാൽ മതി, അത്രേ ആവശ്യമുള്ളൂ. താങ്കളുടെ ഓഫീസിന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള വിശദീകരണം MLA-യോട് ചോദിക്കുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഈ കേസ് രജിസ്റ്റർ ചെയ്ത സാഹചര്യത്തിൽ? ഇല്ല. ഞങ്ങൾക്കിപ്പോൾ ആരെങ്കിലും പരാതി തന്നാൽ ഞങ്ങളുടെ പ്രിവിലേജ് എത്തിക്സ് കമ്മിറ്റി ഉണ്ട്. ആ എത്തിക്സ് കമ്മിറ്റിക്ക് ശുപാർശ ചെയ്യാൻ ഞങ്ങൾക്ക് വേണ്ട. ആ പരിമിതിക്കകത്തു നിന്നുകൊണ്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം കുറച്ച് പരിമിതിക്കകത്തു നിന്നുകൊണ്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ആരോണം വന്നാൽ അത് ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രിവിലേജ് എത്തിക്സ് കമ്മിറ്റിക്ക് ശുപാർശ ചെയ്യാൻ അല്ല, ഞാൻ പറഞ്ഞല്ലോ, ജനങ്ങൾ തിരഞ്ഞെടുത്ത പ്രതിനിധികൾ അവർ മനസ്സിലാക്കേണ്ട കാര്യം ഞങ്ങൾ അവരുടെ ഒബീഡിയൻ്റായി വർക്ക് ചെയ്യേണ്ട ആളുകളാണ്. അൾട്ടിമേറ്റ് ഡെമോക്രസിയിൽ പീപ്പിൾ ആർ ദ മാസ്റ്റേഴ്സ്. അപ്പോൾ ജനം തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികൾ വളരെ ഒബീഡിയൻ്റായി ജനസേവനം നടത്തേണ്ടവരാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ പൊതുപ്രവർത്തനത്തിൽ ഇറങ്ങിത്തിരിക്കുമ്പോൾ ജനങ്ങളെ സേവിക്കാനാണ്. തൃശൂരിൽ 105 ഗ്രാം MDMA-യുമായി ദമ്പതികൾ ഉൾപ്പെടെ 3 പേർ പോലീസിന്റെ പിടിയിൽ. പ്രതികളെ പിടികൂടിയത് ടൗൺ വെസ്റ്റ് പോലീസും സിറ്റി ഡാൻസ് ഓഫ് സംഘത്തിന്റെയും നേതൃത്വത്തിൽ തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തു നിന്നും രഹസ്യവിവരത്തെ തുടർന്നായിരുന്നു ഇവരെ പിടികൂടിയത്. ബാംഗ്ലൂരിൽ നിന്ന് ട്രെയിൻ മാർഗമാണ് MDMA തൃശൂരിലെത്തിച്ചത്. റെയിൽവേ സ്റ്റേഷന്റെ പുറകുവശത്തെ ഗൂഡ്സ് ഷെഡിന് സമീപത്ത് വെച്ചാണ് ഇവരെ പിടികൂടിയത്. മയക്കുമരുന്ന് വാങ്ങാൻ മറ്റൊരാൾ റെയിൽവേ സ്റ്റേഷന് പരിസരത്തേക്ക് എത്തും എന്നുള്ള രഹസ്യവിവരം പോലീസിന് നേരത്തെ ലഭിച്ചിരുന്നു. ഇതനുസരിച്ചാണ് പോലീസ് പരിശോധന നടത്തിയത്. മൂവരുടെയും അറസ്റ്റ് വെസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. ബാംഗ്ലൂരിൽ എവിടെ നിന്നാണ് ഇത്രയും വലിയ അളവിൽ മയക്കുമരുന്ന് വാങ്ങിയത്, ആർക്കാണ് കൈമാറാൻ ഉദ്ദേശിച്ചിരുന്നത് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കൃഷി വകുപ്പിന്റെ കീഴിൽ കോട്ടായിൽ പ്രവർത്തിക്കുന്ന ഭൂമിക ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ KAR SCSP സ്കീം 2024-25 ഉൾപ്പെടുത്തി നിർമ്മിച്ച ഔട്ട്ലെറ്റിന്റെ ഉദ്ഘാടനം വ്യാഴാഴ്ച നടന്നു. ചടങ്ങിൽ ഓണക്കേറ്റ വിതരണവും ഉണ്ടായിരുന്നു. ഡോക്ടർ V വെങ്കിട്ട സുബ്രഹ്മണ്യൻ, കുഴൽമന്ദം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK ദേവദാസ്, കോട്ടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A സതീഷ് എന്നിവർ ചേർന്നാണ് ഔട്ട്ലെറ്റിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. ചടങ്ങിൽ പാലക്കാട് കൃഷി വിജ്ഞാന കേന്ദ്രം പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ സുമിയ, കുഴൽമന്ദം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ജൂലി ജോർജ്, കൃഷി വിജ്ഞാന കേന്ദ്രം പാലക്കാട് ജില്ലാ അസിസ്റ്റന്റ് പ്രൊഫസർമാരായ ഡോക്ടർ ജിജി അലൻ, PS ലക്ഷ്മി, കുഴൽമന്ദം ബ്ലോക്ക് ടെക്നോളജി മാനേജർ PG അജീഷ് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ ഓണക്കിറ്റ് വിതരണോദ്ഘാടനം കുഴൽമന്ദം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK ദേവദാസ് KK നാരായണന് നൽകി നിർവഹിച്ചു. H സൈനുദ്ദീൻ സ്വാഗതവും സെക്രട്ടറി C ശിവപ്രകാശൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി.
മണ്ണൂർ നഗരിപ്പുറം സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ഓണച്ചന്തയ്ക്ക് തുടക്കമായി. ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൽ മുത്തലീഫ് ഉദ്ഘാടനം ചെയ്തു. ഓണം അത് മനുഷ്യന്റെ ഉത്സവമാണ്, കേരളത്തിന്റെ മഹോത്സവമാണ്. ആ ഉത്സവത്തിന് ഗവൺമെന്റ് നടത്തുന്ന സർവീസ് സഹകരണ ബാങ്ക് നടത്തുന്ന ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും, ഈ ഓണത്തിൻ്റെമായി ബന്ധപ്പെട്ട ഈ കിറ്റ് വിതരണവും അതുപോലെ തന്നെയുള്ള ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ബാങ്ക് പ്രസിഡന്റ് പി കെ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ വി സ്വാമിനാഥൻ, നഗരിപ്പുറം സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി എ സ്മിത, ഡയറക്ടർമാരായ പി പ്രമോദ്, കെ അരവിന്ദാക്ഷൻ, എം സുരേഷ്, ശശിധര പണിക്കർ, സതീഷ്, സരിത, ഓമന, എൻ സി രമണി തുടങ്ങിയവർ സംസാരിച്ചു. ബാങ്ക് വൈസ് പ്രസിഡന്റ് എ വി എം റസാഖ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ എസ് ജെ എൻ നജീബ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. അമ്പലപ്പാറ ചെറുമുണ്ടശ്ശേരി സ്വാതി കുടുംബശ്രീയുടെ രജത ജൂബിലി ആഘോഷിച്ചു. അമ്പലപ്പാറ പഞ്ചായത്ത് കല്യാണ മണ്ഡപത്തിൽ നടന്ന ചടങ്ങുകൾ ഒറ്റപ്പാലം എം.എൽ.എ. അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു. അമ്പലപ്പാറ പഞ്ചായത്ത് സ്വാതി കുടുംബശ്രീ 25ാം വാർഷികം ആഘോഷപൂർണ്ണമായി നടന്നു. ഒറ്റപ്പാലം എം.എൽ.എ. കെ പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി മുഹമ്മദ് ഖാസിം അധ്യക്ഷത വഹിച്ചു. കലാപരിപാടികളുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ പ്രീത മോഹൻദാസ് നിർവഹിച്ചു. മുതിർന്ന കുടുംബശ്രീ അംഗങ്ങളെ ആദരിക്കലും കൂടുതൽ തവണ ഭാരവാഹികളായവരെ ആദരിക്കലും ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാധാകൃഷ്ണൻ മാസ്റ്റർ നിർവഹിച്ചു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സി രാജൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സുരേഷ് മോഹൻ, CDS ചെയർപേഴ്സൺ സുരഭി, CDS അക്കൗണ്ടന്റ് അഞ്ജന, ADS ഭാർഗവി എന്നിവർ സംസാരിച്ചു. CC ഗിരിജ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. സ്വാഗത സംഘം മെമ്പർ സദാനന്ദൻ സ്വാഗതവും കുടുംബശ്രീ മെമ്പർ വിനീത നന്ദിയും പറഞ്ഞു. തുടർന്ന് വിവിധ കലാപരിപാടികൾ നടന്നു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മുഹമ്മദ് നബിയുടെ ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി മുള്ളൂർക്കര റേഞ്ച് ജംഇയ്യത്തുൽ മുഅല്ലിമിന്റെ നേതൃത്വത്തിൽ ഇഷ്ക് മജ്ലിസ് ചെറുതുരുത്തി അത്തിക്കപ്പറമ്പ് മദ്രസ ഹാളിൽ നടന്നു. നിരവധി ആളുകൾ ചടങ്ങിൽ പങ്കെടുത്തു. സമസ്ത കേരള ജംഇയ്യത്തുൽ മുഅല്ലിമീൻ സെൻട്രൽ കൗൺസിൽ മുഹമ്മദ് നബിയുടെ ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായാണ് മുള്ളൂർക്കര റേഞ്ച് ജംഇയ്യത്തുൽ മുഅല്ലിമീൻ ഇഷ്ക് മജ്ലിസ് ചെറുതുരുത്തി അത്തിക്കപ്പറമ്പ് മദ്രസ ഹാളിൽ നടത്തിയത്. സമസ്ത ജില്ലാ വർക്കിംഗ് സെക്രട്ടറി ബഷീർ ഫൈസി ദേശമംഗലം ഉദ്ഘാടനം ചെയ്തു. റേഞ്ച് പ്രസിഡന്റ് അഷ്റഫ് ദാരിമി അധ്യക്ഷത വഹിച്ചു. അത്തിക്കപ്പറമ്പ് മഹല്ല് പ്രസിഡന്റ് പടപ്പ് ഉമർ പതാക ഉയർത്തി. വിവിധ അംഗീകാരം നേടിയവരെ MP കുഞ്ഞിക്കോയ തങ്ങൾ അനുമോദിച്ചു. ആദർശ സംഗമത്തിൽ ജസീൽ കമാലി ഫൈസി മുഖ്യപ്രഭാഷണം നടത്തി. PA ഷാഹുൽ ഹമീദ്, KA കാസിമി, ഹംസക്കുട്ടി മൗലവി, KM ഉമർ ഹാജി, ഷഹീർ ദേശമംഗലം, PK മൂസ, PS കമറുദ്ദീൻ മുസ്ലിയാർ, അലി ആറ്റൂർ, MM സിദ്ദിഖ് മൗലവി, ഉമർ അൻവരി, ഇസ്മായിൽ അൽ ഹസനി തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നലെ വൈകുന്നേരം മുതൽ നമ്മുടെ പള്ളികളൊക്കെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം വിളിച്ചറിയിച്ചുകൊണ്ടുള്ള മദ്ഹ് ആരംഭിച്ചു. എല്ലാം അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് നമ്മളൊക്കെ നമ്മുടെ മക്കളുടെയും നമ്മുടെയും നമ്മുടെ കുടുംബക്കാരുടെയും എല്ലാം ബർത്ത്ഡേ ആഘോഷിക്കുന്ന കൂട്ടത്തിലാണ്. ഒന്നും കഴിഞ്ഞില്ലെങ്കിലും സുലൈമാനിയുടെ പേരിൽ മൗലിദെങ്കിലും ഓതി അന്ന് നമ്മൾ. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഒറ്റപ്പാലം താലൂക്ക് NSS കരയോഗത്തിന്റെ താലൂക്ക് സമ്മേളനവും വെങ്കല പ്രതിമാ സമർപ്പണവും ഒറ്റപ്പാലം യൂണിയൻ മന്ദിരത്തിൽ ഞായറാഴ്ച നടക്കും. NSS ഡയറക്ടർ ബോർഡ് മെമ്പറും ചേർത്തല യൂണിയൻ പ്രസിഡന്റുമായ പ്രൊഫസർ ഇലഞ്ഞിയിൽ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. NSS ഡയറക്ടർ ബോർഡ് മെമ്പറും ഒറ്റപ്പാലം യൂണിയൻ പ്രസിഡന്റുമായ P നാരായണൻ പതാക ഉയർത്തുന്നതോടെ പരിപാടികൾക്ക് തുടക്കമാകും. യൂണിയൻ സെക്രട്ടറി KB ജയചന്ദ്രൻ സ്വാഗതം പറയും. NSS ഡയറക്ടർ ബോർഡ് മെമ്പറും ഒറ്റപ്പാലം യൂണിയൻ പ്രസിഡന്റുമായ P നാരായണൻ അധ്യക്ഷത വഹിക്കും. കരയോഗം രജിസ്ട്രാർ VV ശശിധരൻ നായർ മുഖ്യപ്രഭാഷണം നടത്തും. യൂണിയൻ വൈസ് പ്രസിഡന്റ് മോഹനൻ മാസ്റ്റർ സപ്തതി സന്ദേശം നൽകും. വനിതാ യൂണിയൻ സെക്രട്ടറി P പുഷ്പലത ടീച്ചർ, NSS ഇൻസ്പെക്ടർ ഷിബിൻ VR എന്നിവർ സംസാരിക്കും. പ്രസ്തുത ചടങ്ങിൽ സമുദായാംഗങ്ങൾ പങ്കെടുക്കണമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അഭ്യർത്ഥിച്ചു. രൂപീകൃതമായിട്ട് 70 വർഷം പൂർത്തിയാണ്. അതിൻ്റെ ഭാഗമായി സമുദായാചാര്യൻ മന്നത്ത് പത്മനാഭൻ്റെ അർത്ഥകായ വെങ്കല പ്രതിമ സമർപ്പണവും അതുപോലെ തന്നെ താലൂക്ക് സമ്മേളനവും നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 31-ാം തീയതി നടക്കുന്ന സമ്മേളനത്തിന് വെങ്കല പ്രതിമ നമ്മുടെ ബഹുമാനപ്പെട്ട യൂണിയൻ പ്രസിഡന്റും ഡയറക്ടർ ബോർഡ് മെമ്പറുമായ നാരായണ സാർ നിർവഹിക്കുന്നതാണ്. തുടർന്നുള്ള താലൂക്ക് സമ്മേളനത്തിൽ ഉദ്ഘാടനം ചേർത്തല NSS താലൂക്ക് യൂണിയൻ പ്രസിഡന്റും ഡയറക്ടർ ബോർഡ് മെമ്പറുമായ ഇലഞ്ഞിയിൽ രാധാകൃഷ്ണൻ അവർ നിർവഹിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ മുഖ്യ പ്രഭാഷണം നടത്തുന്നതിന് നായർ സർവീസ് സൊസൈറ്റിയുടെ ആരാധ്യനായ സംഘടനാ ശാഖയുടെ മേധാവി കരയോഗം രജിസ്ട്രാർ VV ശശിധരൻ നായർ എത്തിച്ചേരുന്നതാണ്. വാർത്താ സമ്മേളനത്തിൽ NSS ഒറ്റപ്പാലം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് P നാരായണൻ, സെക്രട്ടറി KB ജയചന്ദ്രൻ,
യൂണിയൻ വൈസ് പ്രസിഡന്റ് എം മോഹനൻ, പി മുരളീധരൻ, എം രാജഗോപാലൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഓണവിപണി കീഴടക്കാൻ ഇത്തവണയും വരവൂർ കൂർക്ക എത്തും. വരവൂർ ഗോൾഡ് എന്നറിയപ്പെടുന്ന തൃശൂർ വരവൂരിലെ കൂർക്ക കൃഷി വിളവെടുപ്പ് തുടങ്ങി. നെൽകൃഷി വഴിമാറിയ പാടങ്ങളിലാണ് വരവൂർ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ കൂർക്ക കൃഷി ചെയ്യുന്നത്. വരവൂർ പഞ്ചായത്തിലെ കുമരപ്പനാൽ, തളി, പിലാക്കാട്, നായരങ്ങാടി, പാലക്കൽ ക്ഷേത്ര പരിസരം, വിരുട്ടാണം തുടങ്ങി ഒട്ടേറെ പ്രദേശങ്ങളിൽ കൂർക്ക കൃഷി ചെയ്യുന്നുണ്ട്. ഇവിടങ്ങളിലെ മണ്ണിന്റെ സവിശേഷതയും ജൈവ കൃഷിരീതിയുമാണ് സ്വാദൂറും കൂർക്ക വിളയാൻ കാരണം. വിപണനത്തിനായാണ് വിളവെടുപ്പ് നടത്തിയത്. വരവൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ കീഴിൽ JLGക്കാർ നടത്തുന്ന JLG ഗ്രൂപ്പ് നടത്തുന്ന കൂർക്ക കൃഷിയുടെ വിളവെടുപ്പാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. വരവൂർ ഗോൾഡ് എന്നറിയപ്പെടുന്ന ഈ കൂർക്ക നമ്മുടെ സംസ്ഥാനതല വിപണന മേളയിലേക്കാണ് ഇതിൻ്റെ വിളവെടുപ്പ് നടത്തുന്നത്. അതിൽ സംസ്ഥാന തലത്തിൽ തന്നെ നമുക്ക് ഒരു സ്റ്റാള്, വരവൂരിൻ്റെ സ്റ്റാളുണ്ട്. ചങ്ങാലിക്കോടനും അതുപോലെ തന്നെ കൂർക്കയും വിറ്റഴിക്കുന്നതിനുള്ള സ്റ്റാള്, പ്രത്യേക സ്റ്റാള് ജില്ലാ മിഷൻ ഒരുക്കി തന്നിട്ടുണ്ട്. അതിലേക്ക് വേണ്ടിയിട്ടാണ് ഈ കൂർക്ക നമ്മളിപ്പോൾ വിളവെടുപ്പ് നടത്തിയിരിക്കുന്നത്. പെരുമ്പാവൂർ, പെരിന്തൽമണ്ണ, കോട്ടയം, കോഴിക്കോട്, കുന്നംകുളം, എറണാകുളം മാർക്കറ്റുകളിലേക്കാണ് സീസണിൽ പ്രധാനമായും വരവൂർ കൂർക്ക കയറ്റിപ്പോകുന്നത്. സീസണിൽ 5 മുതൽ 10 ലോഡ് വരെ കയറ്റുമതിയുണ്ട്. കൂർക്ക കിലോഗ്രാമിന് ഇപ്പോൾ 130 മുതൽ 150 വരെ വിലയുണ്ട്. ഇതര സംസ്ഥാനങ്ങളിലേക്കും വിദേശത്തേക്കുമൊക്കെ കയറ്റുമതിയുണ്ട്. കൂർക്ക കട്ട്ലറ്റുകളും കൂർക്ക പഫ്സുമൊക്കെ മെട്രോ നഗരങ്ങളിലെ സൂപ്പർ മാർക്കറ്റുകളിലെ ചൂടേറിയ വിഭവങ്ങളാണ്. 1 ഏക്കറിൽ നിന്ന് കൃഷി ചെലവ് കഴിഞ്ഞ് 1.5 ലക്ഷം രൂപ വരെ കർഷകന് ലഭിക്കും. നല്ല വിലയുള്ള സീസണിൽ ഇത് 1 ലക്ഷം രൂപ വരെയാകാം. 10 ഏക്കർ വരെ നെൽവയലുകൾ പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുന്ന കർഷകരുണ്ട് ഇവിടെ. കൂർക്ക കൃഷിയുടെ പ്രോത്സാഹനത്തിനും കൂർക്ക കൊണ്ടുള്ള വിഭവങ്ങൾ പരിചയപ്പെടുത്തുന്നതിനുമായി വരവൂർ പഞ്ചായത്തും കുടുംബശ്രീയും സംയുക്തമായി 3 ദിവസത്തെ കൂർക്ക ചന്തയും നടത്താറുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാന ജൂനിയർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ 21 മെഡലുകൾ ജില്ലയ്ക്ക് സമ്മാനിച്ച പാലക്കാട് ടീം ഷുവർ അത്ലറ്റിക് ക്ലബ്ബിലെ താരങ്ങൾക്കും പരിശീലകൻ സുരേന്ദ്രൻ മാസ്റ്റർക്കും ചുങ്കമന്തം സെന്ററിൽ സ്വീകരണം നൽകി. മാത്തൂർ കായിക കൂട്ടായ്മയുടെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം ഏറ്റുവാങ്ങിയവരെ ചടങ്ങിൽ ആദരിച്ചു. മാത്തൂർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നിന്നും സ്വീകരണ സ്ഥലമായ ചുങ്കമന്തം സെന്ററിലേക്ക് ഘോഷയാത്ര ഉണ്ടായിരുന്നു. കേരള സംസ്ഥാന ജൂനിയർ മീറ്റിലും സീനിയർ മീറ്റിലും ദേശീയ സീനിയർ മീറ്റിലും മെഡൽ ജേതാക്കളെ ആദരിക്കുന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം മാത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പ്രമിത മുരളീധരൻ നിർവഹിക്കും. 17 കായിക താരങ്ങളെ ആദരിക്കുന്ന ചടങ്ങിൽ പരിശീലകൻ കെ സുരേന്ദ്രൻ മാസ്റ്ററെ കൂടി ആദരിക്കുന്നു. ചുങ്കമന്തം സെന്ററിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ മുഴുവൻ നാട്ടുകാരെയും കായിക പ്രേമികളെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. ചാമ്പ്യൻഷിപ്പിൽ 17 പേർ പങ്കെടുത്തിരുന്നു. 21 മെഡലുകൾ ജില്ലയ്ക്ക് സമ്മാനിച്ച പാലക്കാട് ടീം ഷുവർ അത്ലറ്റിക് ക്ലബിലെ കായിക താരങ്ങൾക്കും പരിശീലകൻ സുരേന്ദ്രൻ മാസ്റ്റർക്കുമാണ് മാത്തൂർ കായിക കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ സ്വീകരണം ലഭിച്ചത്. 17 പേരിൽ 14 പേരും മാത്തൂർ CFD സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. 9 സ്വർണ്ണ മെഡൽ, 1 വെള്ളി മെഡൽ, 11 വെങ്കല മെഡൽ എന്നിങ്ങനെ 21 മെഡലുകളാണ് ജില്ലയ്ക്കായി സമ്മാനിച്ചത്. തുടർന്ന് നടന്ന സ്വീകരണ യോഗം മാത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രവിത മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. സ്വീകരണം ഏറ്റുവാങ്ങിയവരെ ചടങ്ങിൽ ആദരിച്ചു. ചടങ്ങിൽ PTA പ്രസിഡന്റ് പ്രേമചന്ദ്രൻ മാസ്റ്റർ അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് PR പ്രസാദ്, PK പ്രിയകുമാരൻ, രമേശ് പുത്തൂർ, K ദേവദാസ്, G ശിവരാജൻ, പ്രധാനാധ്യാപിക ലീന ടീച്ചർ, ഷീബ കുര്യൻ, ശശികല, രാജേഷ്, കായികാധ്യാപകൻ സുരേന്ദ്രൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. മരണപ്പെട്ടയാളുടെ 1ാം ചരമവാർഷികത്തിൽ പാലിയേറ്റീവിന് മെഡിക്കൽ ഉപകരണങ്ങൾ സമ്മാനിച്ച് ഒരു കുടുംബം. മണ്ണൂർ അരിമ്പൻകുളങ്ങര സ്വദേശി പഴണന്റെ സ്മരണയ്ക്കാണ് മകൻ ജയകൃഷ്ണൻ മെഡിക്കൽ ഉപകരണങ്ങൾ മണ്ണൂരിലെ EK നായനാർ ചാരിറ്റിയിലേക്ക് സമ്മാനിച്ചത്. അഡ്വക്കേറ്റ് ശാന്തകുമാരി MLA മെഡിക്കൽ ഉപകരണങ്ങൾ ഏറ്റുവാങ്ങി. ജീവകാരുണ്യ പ്രവർത്തനം നടത്തിയ കുടുംബത്തെ MLA അഭിനന്ദിച്ചു. പഞ്ചായത്ത് ഉപാധ്യക്ഷൻ OV സ്വാമിനാഥൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ AK ജയശ്രീ, M ഉണ്ണികൃഷ്ണൻ എന്നിവരും MLAക്കൊപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഷൊർണൂർ സെന്റ് ആന്റണീസ് LP സ്കൂളിൽ ഓണാഘോഷം തിമിർദോം 2K25 എന്ന പേരിൽ സംഘടിപ്പിച്ചു. ആഘോഷ പരിപാടികൾ കൂട്ടായ്മയുടെയും സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും പ്രതീകമായി മാറി. ഓണാഘോഷത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും മത്സരങ്ങളും സംഘടിപ്പിച്ചു.
ഘോഷയാത്രയോടുകൂടി തുടങ്ങിയ ആഘോഷം തിരുവാതിരക്കളി, പൂക്കള മത്സരം, ഉറിയടി, വടംവലി, മാവേലി വരവേൽപ്പ്, പുലിക്കളി തുടങ്ങിയ പരമ്പരാഗത പരിപാടികൾ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് അവതരിപ്പിച്ചു. ഒത്തൊരുമയുടെ ഓണം എന്ന മുദ്രാവാക്യത്തോടെ സംഘടിപ്പിച്ച ആഘോഷം സ്കൂൾ പ്രോത്സാഹിപ്പിക്കുന്ന കൂട്ടായ്മയുടെ, സ്നേഹത്തിന്റെ, ഐക്യത്തിന്റെ പ്രതീകമായി മാറി. അധ്യാപകരും രക്ഷിതാക്കളും ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ചെറുതുരുത്തി ഗവൺമെന്റ് LP സ്കൂളിൽ ഓണാഘോഷം അതിവിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. വിദ്യാർത്ഥികൾക്കായി വിവിധ മത്സര പരിപാടികളും സംഘടിപ്പിച്ചിരുന്നു. തൃശ്ശൂരിൻ്റെ തനത് കലാരൂപമായ പുലിക്കളിയും കുമ്മാട്ടിക്കളിയും ഈ ആഘോഷങ്ങളുടെ മാറ്റുകൂട്ടി. അതുകൂടാതെ വിദ്യാർത്ഥികളുടെ വിവിധങ്ങളായിട്ടുള്ള കസാരക്കളി, സ്പൂൺ റേസ്, മിഠായി പെറുക്കൽ, ബിസ്ക്കറ്റ് കടിക്കൽ, ഉറിയടി, വിദ്യാലയത്തിലെ അധ്യാപകരും PT അംഗങ്ങളും ചേർന്നൊരുക്കിയ തിരുവാതിരക്കളിയും വടംവലിയും ഈ ആഘോഷങ്ങൾക്ക് കൂടുതൽ മധുരമേകി. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദറും ജനപ്രതിനിധികളും പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് മത്സരങ്ങൾ കൂടുതൽ ആവേശകരമാക്കി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മാറ്റൊലി. ലൈംഗിക അപവാദ കേസിൽ ഉൾപ്പെട്ടവരെ സംരക്ഷിക്കുന്നത് മുഖ്യമന്ത്രിയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നു. അതേസമയം ആരോപണങ്ങളിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംരക്ഷിക്കുന്നത് VD സതീശനാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയനും മറുപടി നൽകിയിരിക്കുന്നു. ഈ വിഷയത്തിൽ നിങ്ങൾ എന്തു കരുതുന്നു? മാറ്റൊലിയിലേക്ക്. ഇപ്പോൾ ഇന്നലെ ഈയിടെയായിട്ട് കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സ്ത്രീപീഡന പരാതികളിൽ ഇപ്പോൾ നമുക്ക് പൊതുജനങ്ങൾക്കൊക്കെ അഭിപ്രായം പറയേണ്ട ഒരു കാര്യത്തിൽ അപ്പോൾ നമ്മൾ ഒരു നോക്കുമ്പോൾ ഇപ്പോൾ ഈ രാഹുൽ മാക്കൂട്ടം എന്ന ക്രിമിനലിനെ സഹായിക്കുന്നത് പ്രതിപക്ഷ നേതാവെന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും അറിയാം. എല്ലാവരും വളരെ പരസ്യമായിട്ട് വളരെ ഇതായിട്ട് എല്ലാവർക്കും അറിയാം. പക്ഷേ ആ പ്രതിപക്ഷ നേതാവ് ഇന്നലെ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ കുറ്റപ്പെടുത്തിയത് ഇന്നലെ എന്ത് ധാർമ്മികതകളായിരിക്കും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്താൻ? സ്വന്തം പേരിൽ പോലും പറവൂരിൽ സ്ത്രീ പീഡന കേസ് നിലനിൽക്കുകയാണ് ഈ പ്രതിപക്ഷ നേതാവിൻ്റെ മുമ്പിൽ. പ്രതിപക്ഷ നേതാവിന് വേണ്ടിയിട്ട് ഒരു ഇത് നിലനിൽക്കാണ് പറവൂർ പോലും. പിന്നെ എന്താ തർക്കം? രാഹുൽ, ഷാഫി പറമ്പിലും മറ്റേ VD സതീശനാണ് ഈ കോക്കസാണ് ഈ രാഹുൽ മാക്കൂട്ടത്തിനെ സംരക്ഷിച്ച് നിൽക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഷാഫി പറമ്പിൽ MPയെ വടകരയിൽ DYFI പ്രവർത്തകർ തടഞ്ഞ സംഭവത്തിൽ പ്രതിഷേധിച്ച് തൃശൂരിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ നേരിയ സംഘർഷം. മാർച്ച് പോലീസ് തടഞ്ഞതോടെ പ്രവർത്തകരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടി. പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസിന്റെ റോഡ് ഉപരോധം. രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ വ്യത്യസ്ത സമരമുറകളുമായി DYFIയുടെ നേതൃത്വത്തിൽ ഗൃഹസന്ദർശനം. ഇനിയും സഹിക്കണോ പീഡനവീരനെ, ഇനിയും തുടരണോ രാഹുൽ എന്ന മുദ്രാവാക്യമുയർത്തി. ജില്ലയിലെ നെൽകർഷകർക്ക് സപ്ലൈകോ സംഭരിച്ച നെല്ലിന്റെ വില ഓണത്തിന് മുൻപേ നൽകണമെന്ന് BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് വേണുഗോപാൽ. കുടിശ്ശിക വൈകിയാൽ കർഷക മോർച്ചയുമായി സഹകരിച്ച് കൃഷിഭവനുകൾക്ക് മുന്നിലും താലൂക്ക് ഓഫീസിന് മുന്നിലും കലമുടക്കൽ സമരവുമായി പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും വേണുഗോപാൽ. വിദ്യാഭ്യാസ മേഖലയുടെ ഉയർച്ചയ്ക്ക് കരുത്തുറ്റ സംവിധാനവുമായി ജ്യോതിസ് വിദ്യാഭ്യാസ സമഗ്ര പദ്ധതി മാറിയെന്ന് മുഹമ്മദ് മൂസിൻ MLA. വിവിധ ഇടങ്ങളിലും ഏറ്റെടുത്ത് നടപ്പാക്കാൻ പറ്റുന്ന മാതൃകാപരമായ പദ്ധതിയാണ് ഇതെന്നും MLA. ഓങ്ങല്ലൂർ പഞ്ചായത്ത് ജ്യോതിസ് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ സർഗോത്സവവും ഓങ്ങല്ലൂരിൽ. ജന്മവൈകല്യങ്ങൾ കൊണ്ട് വേദനകൾ അനുഭവിക്കുന്ന കുരുന്നുകളുടെ വീടുകളിലേക്ക് ഓണക്കോടികളുമായി ചങ്ങാതിമാരും അധ്യാപകരും. പദ്ധതി ഒറ്റപ്പാലം BRCയുടെ നേതൃത്വത്തിൽ. വാണിയംകുളം മനശ്ശേരിയിൽ ബൈക്കും KSRTC ബസ്സും കൂട്ടിയിടിച്ച് അപകടത്തിൽ 2 വിദ്യാർത്ഥികൾക്ക് പരിക്ക്. നിയന്ത്രണം വിട്ട ബൈക്ക് മറ്റൊരു ബൈക്കിന് പിന്നിൽ ഇടിച്ച ശേഷം KSRTC ബസ്സിന് മുന്നിൽ ഇടിക്കുകയായിരുന്നു. നാടെങ്ങും ഗണേശോത്സവ ലഹരിയിൽ ഘോഷയാത്രയ്ക്കൊരുങ്ങി വീഥികൾ. ക്ഷേത്രങ്ങളിൽ വിവിധ ആഘോഷ പരിപാടികൾ. ഭക്തിസാന്ദ്രമായ ചടങ്ങിൽ പങ്കെടുക്കുന്നത് ആയിരങ്ങൾ. ഓണാഘോഷം വിവിധ വിദ്യാലയങ്ങളിൽ വർണ്ണാഭമായ പരിപാടികൾ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.